ഹായ് ഗൈസ്, ഇന്ന് ഞങ്ങൾ പോകുന്നത് അമ്പനാടാണ്. ഞാൻ വണ്ടി ഓടിക്കുന്നതുകൊണ്ട് എൻ്റെ ചേച്ചിയാ വീഡിയോ എടുക്കുന്നത്. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. ഞാൻ രാവിലെ ഒന്ന് ചോദിച്ചു, അമ്പനാട് പോയാലോ? പറഞ്ഞതിൻ്റെ താമസം എല്ലാവരും ഓക്കെയും പറഞ്ഞു. പിന്നെ ഒന്ന് നോക്കിയില്ല, അങ്ങ് വിട്ടു. കഴിഞ്ഞ തവണ മാമ്പഴത്തറ പോയപ്പം ആനയോ പുലിയോ എന്തെങ്കിലും കാണുമെന്ന് ഞങ്ങൾ വിചാരിച്ചു. പക്ഷെ അന്ന് നടന്നില്ല. ഇന്നെങ്കിലും കണ്ടാൽ മതിയായിരുന്നു. അപ്പം നമുക്ക് വീടിലോട്ട് വരാം. ഇതാ കണ്ടോ, അതാണ് ഞങ്ങളുടെ നാട്ടിലെ 13 പാല. ഇതിൻ്റെ മേളിൽ കൂടി ട്രെയിൻ വരുമ്പം അപാര വ്യൂവാ. ആ ട്രെയിനിൽ നിന്ന് നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴും ഭയങ്കര ഭംഗിയാകാണ്. ഇതാണ് എൻ്റെ ചേച്ചിയും അളിയനും. ദേ ആ ബാക്കിൽ ഞാനാണേ. ഞങ്ങൾ കരുതിരുട്ടി വഴി അകത്ത് കയറി പൊയ്ക്കൊണ്ടിരിക്കുക. അങ്ങനെ ചേച്ചി വീഡിയോ എടുത്ത് മടുത്തപ്പം ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചിയുടെയും കൂടെ വീഡിയോ എടുത്തു കൊടുക്കും. അങ്ങനെ അവരെ വീഡിയോ എടുക്കുവാന്. പിന്നെ പോകുന്ന വഴിക്ക് ഒരു കുഞ്ഞ് തരാന്തു. അങ്ങനെ ചേച്ചി അളിയനെ അവിടെ കയറി എന്തൊക്കെയോ മേടിക്കുന്നു. ദേ അളിയൻ കണ്ടോ, പാട്ടിനെ എന്തൊക്കെയോ പറക്കിയെടുക്കുന്നു. ഇനി സ്വല്പം റെസ്റ്റ് ആവാം. പിന്നെ പോകുന്ന വഴിക്ക് പപ്പ ഓരോ കഥകളൊക്കെ പറഞ്ഞിരുന്നു. പപ്പ അത് ആ കാണുന്ന മലയിലൊക്കെ കയറി പപ്പയും പപ്പയുടെ അപ്പയും കൊണ്ട് തേനൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനി യാത്ര തുടങ്ങാം. പാതി വഴി പോലും എത്തിയില്ല. ഞങ്ങൾ അപ്പത്തേന് ക്ഷീണിച്ചു. എൻ്റെ കുഞ്ഞിലോട്ടെ അമ്പനാടെന്ന് കേട്ടിട്ടുണ്ടെങ്കിലും ഞാൻ ഇത്രയും നാളായിട്ടും പോയിട്ടില്ല. അങ്ങനെ പപ്പ പറയുന്ന കഥകളും കേട്ട് സ്ഥലങ്ങളും കണ്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുക. അമ്പനാടെന്ന് പറഞ്ഞപ്പോഴത്തേനും ഇത്രയും ദൂരം ഉണ്ടാവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. എൻ്റെ കുണ്ടി വിറപ്പോയി. അങ്ങനെ ഫൈനലി ഞങ്ങൾ എത്തി ഗൈസ്. അമ്പനാട് എല്ലാ വീഡിയോയിലും ഫോട്ടോയിലും കാണാറുള്ള അമ്പനാട് പോസ്റ്റ് ഓഫീസിന്റെ സംഭവം ഞങ്ങളും കണ്ടു. ഇവിടുന്ന് ടിക്കറ്റ് ഉണ്ടേ, ആൾക്ക് 100 രൂപ. പിന്നെ ഇങ്ങോട്ടേക്ക് വരാനാണെങ്കിൽ KSRTC ഉണ്ട്, ആര്യങ്കാവ് ഡിപ്പോയിന്ന്. പുനലൂരിന്ന് നേരത്തെ ബസ് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ ആ സർവീസ് ഇല്ല. അങ്ങനെ അവിടെയൊക്കെ കണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ മേലോട്ട് പോയി. അവിടെ ആണെങ്കിൽ ഫോട്ടോഷൂട്ടിന്റെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് ബോർഡ് കണ്ടു. അങ്ങനെ അത് കണ്ട് വന്നതാ. പക്ഷെ ഇവിടെ വന്നപ്പോ ദേ ഇതാണ് സംഭവം. പിന്നെ ദേ ചേച്ചി പൂവൊക്കെ മോഷ്ടിക്കുന്നുണ്ട്. ഭഗവാനി, ഞങ്ങളെ ആരും പിടിച്ചു കേട്ടല്ലേ? അല്ല, എന്നെ ആരും പിടിച്ചു കേട്ടില്ല, അവരെ പിടിച്ചു കിട്ടിക്കോട്ടെ. പിന്നെ ഇങ്ങോട്ടേക്ക് കയറുമ്പത്തിനും നല്ല ഗ്രാമ്പൂവിന്റെ മണവാണ്. 2 സൈഡിലും തേയിലയും അതിന്റെ കൂടെ തന്നെ ഈ ഗ്രാമ്പൂവിന്റെ മരങ്ങളും നട്ടുപിടിച്ചിട്ടുണ്ട്. ഞങ്ങൾ അങ്ങ് ചെന്നപ്പത്തേനും നല്ല മഴയായി. നല്ല മഴ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മഴ. അവർക്കൊക്കെ റെയിൻകോട്ട് ഉണ്ടായിരുന്നു. ഞാനും അളിയനും നിന്നങ്ങ് നനഞ്ഞു. പക്ഷെ അടിപൊളിയായിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു ആ മഴയൊക്കെ നനഞ്ഞ് കാറ്റൊക്കെ കൊണ്ട് ആ പാറയുടെ മണ്ടയിൽ നിൽക്കാൻ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി ടീ ഫാക്ടറിയിൽ പോയി. പക്ഷെ അത് അടച്ചിട്ടേക്കുമായിരുന്നു. ഞങ്ങൾ പിന്നെ പുറത്തുനിന്ന് കണ്ടു. നോക്കിപ്പം ദാ അതിന്റെ മണ്ടയിൽ മയില്. അവിടെയൊക്കെ പിന്നെ ഇഷ്ടം പോലെ മയിലുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ നിന്നു. അതൊക്കെ ചേച്ചി നിൽക്കുന്ന കണ്ടു. എൻ്റെ അളിയൻ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അളിയൻ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ എന്നെ ഇതാ ഇത് കണ്ടോ, ബംഗ്ലാവ്. ഇവിടെ സ്റ്റേ ചെയ്യാനൊക്കെ പറ്റും. ഞങ്ങൾ അമ്പിളിലേക്ക് കയറിയില്ല. ഞങ്ങൾ പുറത്തുനിന്ന് എന്തൊക്കെ കണ്ടിട്ടിങ്ങ് തിരിച്ചു. പിന്നെ തിരിച്ച് ഞങ്ങൾ മാമ്പഴത്തറ വഴിയാണ് വന്നത്. ഞങ്ങൾ എന്നിട്ട് ആ വ്യൂ ഒക്കെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് തിരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബും കൂടി ചെയ്യണേ. ടാറ്റാ.